പറഞ്ഞ് നൂറയുടെയും അനുമോളുടെയും ഒക്കെ ക്യൂട്ട്നെസ് ഉണ്ടായതുകൊണ്ടാണ് അവർ ഇവിടം വരെ പിടിച്ചു നിന്നേന്ന്. എന്നാൽ ക്യൂട്ട്നെസ് കുറച്ചെങ്കിലും വാരി തൂവി കാണിച്ചിട്ട് ബിഗ് ബോസിന്റെ അടുത്തൊന്ന് പറഞ്ഞ് എന്നെ ഇവിടെ നിന്ന് നിർത്തുമോ എന്ന് പറയാൻ വേണ്ടിയിട്ട് രണ്ട് കൊമ്പൊക്കെ കെട്ടി മഞ്ഞ ഉടുപ്പൊക്കെ ഇട്ട് എന്തൊക്കെയോ കുറച്ച് ക്യൂട്ട്നെസ് വാരി വിതറിക്കൊണ്ട് രാവിലെ മോർണിംഗ് ആക്ടിവിറ്റിക്ക് റെഡി ആയിരിക്കുകയാണ് ബെൻസേ, ആർജെ ബെൻസേ. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ ഒരു സീസണിൽ എനിക്ക് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കമന്റും പറയാൻ തോന്നിയിട്ടില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ആർജെ ബെൻസി. റീ എൻട്രിക്ക് ശേഷം ഇതൊക്കെ ഇത്രയും വലിയ വിഷമായിരുന്നോ എന്ന്, കാരണം വെച്ചാൽ ഗെയിം അല്ല ഇപ്പൊ നടക്കുന്നത്. ആർജെ ബെൻസി ഉൾപ്പെടെ ഈ റീ എൻറ്റർ ചെയ്തിട്ടുള്ള ഓരോ വ്യക്തികളുടെയും അവരുടെ ഒരു സ്വഭാവം ഇപ്പൊ കാണാം. മാനസികമായിട്ട് അവർ സ്ട്രെസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം, സൈബർ ബുള്ളിങ് അവർ അനുഭവിച്ചു എന്ന് പറയുന്നത് കൊണ്ടായിരിക്കാം. എനിവേ ഇതിനകത്ത് തിരിച്ചു വന്ന് കാണിക്കുന്നത് എല്ലാം മോശമാണ്. അപ്പോൾ ആർജെ ബെൻസി ഈ പറഞ്ഞ മോർണിംഗ് ആക്ടിവിറ്റിയുടെ കേസ് വരുന്ന സമയം തൊട്ടേ ഇങ്ങനെ പറയുന്നുണ്ട്, അനുമോളെ കുറിച്ച് തന്നെ പറയാണ്, സൈബർ ബുള്ളിങ് എങ്ങനെ ഇരിക്കും എന്നൊക്കെ അവിടെ ചോദിച്ചു പോലോ എന്നൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആർജെ ബെൻസി പറയാണ്. അപ്പോഴാണ് മോർണിംഗ് ആക്ടിവിറ്റിയുടെ കാര്യം വരുന്നത്. മോർണിംഗ് ആക്ടിവിറ്റി വേറൊന്നുമല്ല, ഇപ്പോൾ ഉള്ള ഈ പറയുന്ന 6 പേർക്ക് ഒരു വിഷ് പറയാൻ വേണ്ടിയിട്ടാണ്. ഇവരെല്ലാവരും അവരെ ആശംസിക്കുന്ന ഒരു മോർണിംഗ് ആക്ടിവിറ്റിയാണ്. അപ്പോൾ വന്നവർക്കാണ് ഈ പറയുന്ന ആക്ടിവിറ്റി ഉള്ളത്. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും കൂടെ ആ ഒരു ഗാർഡൻ ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്കും ബിൻസി പിന്നീടുത്ത് പറയാണ്, ഞാനാണെങ്കിൽ എൻ്റെ വീഡിയോ ഇടുമ്പോഴെല്ലാം എല്ലാവരും പറയുന്നത് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടെന്ന്. പിന്നെ ആണെങ്കിൽ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ എല്ലാ വീഡിയോക്കകത്തും ബിഗ് ബോസിനെ കുറിച്ച് പറയുമ്പോൾ അതെല്ലാം കൂടെ നിങ്ങൾ ബിഗ് ബോസിൽ ഇറങ്ങിയില്ല, ഇപ്പോഴും ബിഗ് ബോസിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനെന്ന് പറഞ്ഞ് കമന്റ് വരുമെന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ബിഗ് ബോസിന്റെ കാര്യങ്ങൾ ഞാൻ എന്തായാലും ഞാൻ ബിഗ് ബോസിൽ വന്നു, അപ്പൊ എനിക്ക് ബിഗ് ബോസ് ഞാൻ ഇനി എപ്പം വീഡിയോ ഇട്ടാലും ഞാൻ അങ്ങനെ തന്നെ ഇടത്തുള്ളൂ, പിന്നെ ഞാൻ ബിഗ് ബോസിൽ വന്നെന്ന് പറയണ്ടേ, പറഞ്ഞാലേ അറിയത്തോളൂ ബിൻസി, അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് മറന്നു പോകും. കാരണം ആദ്യത്തെ 2 ആഴ്ച 3 ആഴ്ച കണ്ടല്ലേ ഉള്ളായിരുന്നു, അത് കുഴപ്പമില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഫാമിലിയുടെ ഒപ്പമുള്ള ഒരു വീഡിയോ ഇട്ടാൽ പോലും അതിന്റെ താഴെ വന്നിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കമന്റ്സുകളാണ്. അതിന്റെ കൂടെ നല്ല അസൂയുണ്ടല്ലേ അനുമോളോട് എന്ന് ചോദിച്ചിട്ട് വേറെ കുറെ കമന്റ്സുകൾ വരും. ശരിക്കും പറഞ്ഞാൽ ബിൻസിക്കും ശൈത്യക്ക് പിന്നെ അസൂയയുടെ കാര്യമല്ല, ശൈത്യക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലതായിട്ട് ഇവിടുന്ന് എവിക്റ്റായി ഒരു നല്ല പേര് കിട്ടണം. കാരണം ഓൾറെഡി ഒരു പ്രീവിയസ് ഒരു റിയാലിറ്റി ഷോയിൽ അങ്ങേയറ്റം നെഗറ്റീവായ വ്യക്തിയാണ് ശൈത്യയുടെ അമ്മയും. നമ്മൾ ഈ ഇമോഷണലി ഭയങ്കര വീക്കായിട്ടുള്ളവരൊക്കെ അവർക്ക് കിട്ടുന്ന അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളെയൊക്കെ അവർ ഭയങ്കരമായിട്ട് അങ്ങ് സീരിയസ് ആയിട്ട് എടുക്കും. എല്ലാം നോക്കി ഓക്കെ ഇങ്ങനെ ആയിരിക്കും, ഇത് ഇങ്ങനെ അവർ ചിന്തിക്കുന്നു, അയ്യോ അവരെന്താ അങ്ങനെ ചിന്തിക്കുന്നത്, ഞാൻ അങ്ങനെയല്ലല്ലോ, അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടും. ശരിക്കും പറഞ്ഞാൽ സൈബർ ബുള്ളിങ് എന്നല്ല പറയേണ്ടത്, അതൊരു എന്ത് കമന്റ്സ് വന്നാലും ഇപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് താഴെ ശരിക്കും കമന്റ്സ് ഉണ്ട്.